നമസ്കാരം. മുഹമ്മദ് മൊയ്സുവിന്റെ ചൈന പ്രീണനത്തിൽ മാലിദ്വീപ് ജനതയ്ക്ക് നഷ്ടമാകുന്നത് ഏതാപത്തിലും വിശ്വസിച്ച് കൈപിടിക്കാമായിരുന്ന രക്ഷകരെയാണ്. മാലിദ്വീപിൽ സേനാ സാന്നിധ്യം നിർബന്ധപൂർവ്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന തീരുമാനം ഇന്ത്യ എടുത്തിരിക്കുകയാണ്. മാലിദ്വീപിൽ നിന്നുള്ള സേനയെ പിൻവലിക്കുമെന്നും ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞു. ഇന്ത്യ മാലിദ്വീപ് കോർ ഗ്രൂപ്പ് യോഗത്തിന് തുടർച്ചയായിട്ടായിരുന്നു തീരുമാനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിലാണ് പ്രതിനിധികൾ തമ്മിൽ കൂടിക്കാഴ്ച നടന്നത്. ആദ്യഘട്ടത്തിൽ മാർച്ച് 10 ഒരു വ്യോമതാവളത്തിലെയും പിന്നീട് 2 മാസത്തിനകം മറ്റ് 2 സൈനികരാണ് പിന്മാറുകയെന്നും പറയുന്നുണ്ട്. 2 ഹെലികോപ്റ്ററുകളും 1 എയർക്രാഫ്റ്റും മാലിദ്വീപിൽ തുടരും. ഇന്ത്യൻ സൈനികർക്ക് പകരം ഇന്ത്യൻ സിവിലിയൻ ഉദ്യോഗസ്ഥരെയോ മാലിദ്വീപ് ഉദ്യോഗസ്ഥരെയോ ഇതിന്റെ ചുമതല ഏൽപ്പിക്കും. 2024 മാർച്ച് 10 3 വ്യോമയാന പ്ലാറ്റ്ഫോമുകളിൽ ഒന്നിൽ ഇന്ത്യൻ സൈനികരെ പിൻവലിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ട്. മറ്റ് 2 പ്ലാറ്റ്ഫോമുകളിലെ സൈനികരെ മാറ്റി സ്ഥാപിക്കുന്നത് 2024 മെയ് 10 പൂർത്തിയാകും. മാലിദ്വീപ് സൈന്യത്തിന്റെ പരിശീലനത്തിന് ആവശ്യമായ സഹായങ്ങളിൽ ഏറെ പങ്കും എത്തിച്ചു നൽകുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ നൽകിയ 2 സൈനിക ഹെലികോപ്റ്ററുകളും ഡോർണിയർ വിമാനങ്ങളും നിലവിൽ മാലിദ്വീപ് സേനയുടെ ഭാഗമാണ്. ഇന്ത്യ നൽകിയ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി ഇതിനോടകം 600ഓളം മെഡിക്കൽ സഹായ ദൗത്യങ്ങൾ മാലിദ്വീപിൽ നടത്തിയിട്ടുണ്ട്. മാലിദ്വീപിൽ നൽകുന്ന സൈനിക പരിശീലനങ്ങൾക്ക് പുറമെ ഇന്ത്യയിലും പരിശീലനം നൽകുന്നുണ്ട്. സൈനിക വിമാനങ്ങൾ പറത്തുന്നതിന് പരിശീലനം ലഭിച്ചവർ, സാങ്കേതിക പരിശീലനം നേടിയവർ, മെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവർ ഉൾപ്പെടെ 74 ഇന്ത്യൻ സേനാംഗങ്ങളാണ് നിലവിൽ മാലിദ്വീപിലുള്ളത്. മുഹമ്മദ് മൊയ്സു പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നു. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അധികാരത്തിലെത്തിയ മൊയ്സുവിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം തന്നെ ഇന്ത്യൻ സൈന്യത്തെ പുറത്താക്കുമെന്നായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മാലിദ്വീപ് മന്ത്രിമാർ അധിക്ഷേപ പരാമർശം നടത്തിയതോടുകൂടി പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയായിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.